ഏറ്റവും പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടാണ്. എടാ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടണ്ടേ, ബോണസ് പോയിന്റ് കിട്ടണ്ടേ, +1 അഡിവിഷൻ ഒക്കെ എടുക്കുമ്പോൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോ. സിമ്പിളാണ്. അതായത് നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ ചില നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. JRCയിലുള്ള ആളുകൾ, SPCയിലുള്ള ആളുകൾ, NCCയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്കൗട്ടിലുള്ള ആളുകൾ, ഗൈഡ്സിലുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇവരൊക്കെ ഇപ്പോൾ എന്തിനാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്, വെറുതെ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് കണ്ട് സ്കൂളിൽ ഇങ്ങനെ ഇടങ്ങാറായിട്ട് ഇങ്ങനെ വരണ്ടേ, ബുദ്ധിമുട്ടി വരണ്ടേ, അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. അല്ലെങ്കിൽ ഓഗസ്റ്റ് 15-നും അല്ലെങ്കിൽ മറ്റേ റിപ്പബ്ലിക് പരേഡിനൊക്കെ വെറുതെ ഇങ്ങനെ പരേഡൊക്കെ ആയിട്ട് പോകണ്ടേ എന്നുള്ളൊരു തോന്നൽ ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാവും. പണ്ട് എനിക്കുണ്ടായിരുന്നു, സത്യം. ഓക്കെ, എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാപ്പോൾ അതിനൊക്കെ കൂടുന്നത്, എന്തിനാപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യം, അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തോന്നുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ ഈ വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ വർഷം ജസ്റ്റ് JRCയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 10 മാർക്കാണ്. 10ാം ക്ലാസ് SSLC എഴുതുമ്പോൾ 10 മാർക്കും കിട്ടും, +1ലേക്ക് നിങ്ങൾക്ക് ബോണസ് പോയിന്റും കിട്ടും. അപ്പോൾ അത് ചില്ലറയാണോ? അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും 10 മാർക്കുള്ളൂ, 10 മാർക്ക് ഭയങ്കര സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ 1 മാർക്കിന് ഇങ്ങനെ A+ പോയി നിൽക്കായിരിക്കും. അങ്ങോട്ട് ഈ ഗ്രേസ് മാർക്ക് ഒന്നും കിട്ടിയാൽ ആ വിഷയം A+ ആയി. അടിപൊളിയാവില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യണം. സാർ JRC മാത്രമേ ഉള്ളൂ? അല്ല, നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ എന്തുണ്ടാവാം, SPUC ഉണ്ടാവാം. SPCക്ക് ജോയിൻ ചെയ്താൽ 20 മാർക്ക് കിട്ടും. അപ്പോൾ പണ്ട് ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ സ്കൂൾ SPC ഇല്ലായിരുന്നു. ഞാൻ എന്നിട്ട് JRCക്കാണ് കൂടിയത്. എനിക്ക് ആദ്യം ഒരു തോട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ കൂടിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അന്ന് എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ കാക്കുവാണ്, എൻ്റെ ബ്രദർ. ഓക്കെ, അങ്ങനെ ഞാൻ കൂടി, എന്നിട്ട് ഞാൻ JRC കൂടി. എനിക്ക് 10 മാർക്ക് അന്ന് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ SPC കൂടിയാൽ 20 മാർക്കുണ്ട്. സംസാ. ഇനി നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് കൂടിക്കഴിഞ്ഞാൽ, ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഉണ്ടാവും. ഓക്കെ, ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഉണ്ടായിരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഹൈസ്കൂളിൽ നിന്ന് കൂടാം. പണ്ട് ഹൈസ്കൂളിൽ നിന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് കൂടാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പറ്റും. ഹൈസ്കൂളിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ട്, ദ്വിതീയ സോപാൻ. 9ാം ക്ലാസ്സിൽ തൃതീയ സോപാൻ. ഇത് രണ്ടും പാസ്സായാൽ തന്നെ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടും 10ാം ക്ലാസ്സിൽ. പിന്നെ മാത്രമല്ല 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് രാജപുരസ്കാർ എക്സാം എഴുതാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. പിന്നെ രാഷ്ട്രപതി, അത് കുറച്ച് പണിയാണ്, അത് കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് പിടിച്ചൊരു പരിപാടിയാണ്. അത് കിട്ടിയാൽ നിങ്ങൾക്ക് 25 മാർക്കൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ 18ഉം 20 നിങ്ങൾക്ക് ഷുവർ ഷോട്ടാണ്. ദ്വിതീയ സോപാനും തൃതീയ സോപാനും രാജപുരസ്കാരമൊക്കെ ഒരു നോർമൽ എല്ലാ ആളുകൾക്കും എഴുതിയെടുക്കാൻ പറ്റുന്നൊരു എക്സാമാണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 20 മാർക്കാണ് മക്കളെ, വെറുതെ കിട്ടി 20 മാർക്ക് കിട്ടോ 10ാം ക്ലാസ്സിൽ, പ്ലസ് ബോണസ് പോയിന്റ്. അതുകൊണ്ട് ഈ SPCക്കും എന്തുണ്ട്, ബോണസ് പോയിന്റ് ഉണ്ട്, 20 മാർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളെ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവും. ഈ IT പരമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഒരു ടെക്നിക്കൽ പരിപാടിയാണ്. അതിന് ജോയിൻ ചെയ്താൽ 15 മാർക്ക് കിട്ടും 10ാം ക്ലാസ്സിൽ, 15 മാർക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ NCC അങ്ങനെ എല്ലാ സ്കൂളിലൊന്നും ഉണ്ടാവില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്കൂളുകൾ മാത്രമേ പൊതുവെ NCC കാണലുള്ളൂ. NCCക്ക് ജോയിൻ ചെയ്താൽ 20 മാർക്ക് മുതൽ 40 മാർക്ക് വരെ വരും. അതായത് NCCക്ക് ഓരോ പരേഡൊക്കെ ഉണ്ട്. ഓരോ പരേഡ് അറ്റൻഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കൂടാം. ബേസിക്കലി എന്ത് കിട്ടും, 20 മാർക്ക് എന്തായാലും മിനിമം NCCക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ആവണം. SPCക്കോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനോ NCCക്കോ JRCക്കോ ലിറ്റിൽ കൈറ്റ്സോ ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എന്തായാലും ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ 150% ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. ഫാസിലറക്കിലാണ് പറയുന്നത്, നിങ്ങളിപ്പോൾ വലിയ ടോപ്പായിക്കൊണ്ട് ഞാൻ അതിനൊന്നും കൂടുന്നില്ല, എന്തിനാ ഇപ്പോൾ വെറുതെ അതിന് കൂടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് അടിക്കും. എഴുതി ഒപ്പിട്ട് എഴുതിരുന്നു. ഓക്കെ, വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം, അല്ലേ വേണ്ട പോട്ടെ. ഞാൻ 100% ഗ്യാരണ്ടിയാണ്, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. എൻ്റെ ഒപ്പം 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ പല ആളുകളും പലതിനും ജോയിൻ ചെയ്തില്ല. എന്നിട്ട് അവസാനം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എന്തിനേലും ജോയിൻ ചെയ്താൽ മതിയായിരുന്നു, എന്തിനെങ്കിലും ജോയിൻ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ വിചാരിക്കും. അന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ മുത്തുമണികൾ, നിങ്ങളുടെ സ്കൂളിൽ ഇതിൽ ഏതാണോ ഉള്ളത് അതിലെ ഏതെങ്കിലും ഒരു സംഭവത്തിന്, എല്ലാത്തിനും ജോയിൻ ചെയ്യാൻ കഴിയില്ല. സ്കൗട്ടിലുള്ള ഒരു കുട്ടിക്ക് SPCയിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല, SPCയിലുള്ള ഒരു കുട്ടിക്ക് JRCയിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്നിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ എല്ലാ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഉപകരിക്കപ്പെടട്ടെ. കാരണം ഇത് ചേർന്ന് കഴിഞ്ഞാൽ വെറുതെ 10ാം ക്ലാസ്സിന് എന്ത് ചെയ്യും, ബോണസ് പോയിന്റും കിട്ടും, ഗ്രേസ് മാർക്കും കിട്ടും. വെറുതെ കിട്ടില്ല, പണിയെടുക്കണം, എന്നാലും കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ എല്ലാ 8ാം ക്ലാസ്സിലെ ചങ്കുകൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തോളൂ. എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ, അടിപൊളിയാക്കട്ടെ, മിന്നിക്കട്ടെ. ഗുഡ് ബൈ. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. ഓക്കെ.